ഇത് ഞങ്ങൾ നമ്മുടെ ഡൂറോ വാലിയിൽ എയർബിഎൻബി താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് വീഡിയോയിലൊന്നും കിട്ടില്ല എൻ്റെ രസം, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കണം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആലോചിച്ച് ഇങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ വന്ന് നമുക്ക് ജീവിക്കണം. റിട്ടയർമെൻ്റൊക്കെ ഇതാണ് അവരുടെ വീടാണത്, വീടിനുള്ളത്. അപ്പോൾ അവർ നമുക്ക് ഫുഡ് സെറ്റാക്കുന്നുണ്ട് ഇന്ന് ഡിന്നർ. അപ്പോൾ അവർ നമ്മൾ വിളിച്ചു, ഒരു 5 മണിയായപ്പോൾ നമ്മൾ ഡ്രൈവൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ വിളിച്ചിട്ട് അപ്പോൾ അവരുടെ വീടാണ്. വീട് കാണിച്ചിട്ടൊക്കെ വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ വീട് ഒരു രക്ഷയില്ലേ, എല്ലാവരും കൂടെ സൂപ്പറല്ലേ. അവരുടെ വീട്ടിൽ കയറുമ്പോൾ ആണല്ലേ വൈഫ് ഉണ്ടല്ലേ. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഗസ്റ്റ് ഹൗസ് ആണത്, അവർ എയർബിഎൻബി ഇവിടെ ചെയ്യുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, അവർ എന്തായാലും പറഞ്ഞാൽ പോർട്ടോയിൽ താമസിക്കണം. അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ പോർട്ടോയിൽ അവർ എയർബിഎൻബി നടത്തണ കാരണം ഇവിടേക്ക് വരും, സെർവ് ചെയ്യും. സെർവ് ചെയ്യും, അത് പറയാം, അത് വേറെ കഥയാ. അതുണ്ടോ വീട് ഉണ്ടോ അവരുടെ. ഞാൻ അവിടെ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ ജസ്റ്റ്. അപ്പോൾ ഒരു ഇന്ന് വേണം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഫസ്റ്റ് സെർവിങ്ങിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല. നമ്മൾ ചിക്കൻ്റെ ഡിഷ് പറഞ്ഞാണ് അവർ, നമ്മൾ മുൻകൂട്ടി പറഞ്ഞു എങ്ങനെ അവർ ഡിഷ് സെറ്റാക്കും. അവർക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എയർബിഎൻബിയിൽ പറഞ്ഞിട്ടുള്ള ഗസ്റ്റുകളൊക്കെ പറഞ്ഞു മസ്റ്റായിട്ട് ഇവരുടെ ഇത് ട്രൈ ചെയ്യണം, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പറഞ്ഞേക്കാം, നമ്മൾ ചിക്കൻ ഡിഷ് പറഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് എന്ത് ചീസ് വെച്ചിട്ടുള്ള എന്തൊരു സംഭവം, ബ്രെഡ്, ഇത് കഴിച്ചു തരുമെന്ന് എനിക്കറിയില്ല. ഹാമല്ല പറഞ്ഞത്, ഹാമല്ലേ, ചീസ്, പിന്നെ മഷ്റൂം അങ്ങനെ എന്തോ. ഇനി ചിക്കൻ വരും മെയിൻ ഡിഷായിട്ട്. ഇത് അപ്പറ്റൈസറാണ് അങ്ങനെ സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നൈസല്ലേ പിന്നെ സൂപ്പറല്ലേ. ഓളിയോ എനിക്കിതിനകത്ത് കണ്ടിട്ടേ, ഇതിനകത്തുള്ള ഒരു സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് എന്താ പറയുക, അല്ലേ, പൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, നൈസാ. ഞങ്ങൾ 2 ചെറിയൊരു വൈനൊക്കെ അടിച്ച് നമ്മൾ ഒരു കടയിൽ പോയപ്പോൾ ഒരു വൈന് അവർ 2 യൂറോക്ക്, 2 യൂറോ 50 സെൻറ്റ്, 50 അല്ലടി അതിന് തന്ന്. അത് ഞങ്ങൾ കഴിച്ച്. അത് നമ്മുടെ ചാമ്പയ്ക്ക വൈൻ, ചാമ്പയ്ക്കല്ലേ, ചാമ്പല്ലേ, ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട്? ഞങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നൈസല്ലേ. ബ്യൂട്ടിഫുൾ ഒരു ഹൗസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ത് രസമായി, ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ട. ആര് വർക്ക് ചെയ്തേ മൊത്തം സ്റ്റോൺ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തേക്കണേ. ഇതൊക്കെ സ്റ്റോണാണ്. ഓക്കെ, എന്ത് രസമായിക്കണല്ലേ. അല്ലടി ഇവന് എടി നീക്കൊരു വീടുണ്ടോ? എല്ലാം സ്റ്റോണായിട്ട്, ഇവിടെ സ്റ്റോണാണ്. ഞാൻ തന്നെ വരിക, അവിടെ കുറേ വൈനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവർ നമ്മളോട് വൈൻ ചോദിച്ചു, നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചില്ല, നമ്മൾ പുറത്ത് വേറെ വാങ്ങിച്ച്. ഇതുകൊണ്ടാണ് സ്റ്റോണ്, ഒരു തൂണ് സ്റ്റോണിൻ്റെ. പിന്നെ നോക്കി ഇവിടെ ഗ്ലാസ്, ഇവിടെ ഒരു സ്റ്റോൺ, ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടോ. വാവ്, നോക്കി നൈസ്. അവർ പോയി, അവരൊരു ബെല്ല് തന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളെ കഴിച്ച് കഴിയുമ്പോൾ ഫയർ പ്ലേസ്, നല്ല വലിയൊരു മിററ്. എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി പിക്ചേഴ്സൊക്കെയാണെന്ന് തോന്നിട്ടത് കണ്ടാ. അവർ പറഞ്ഞ അവരുടെ മക്കളും അവരെല്ലാവരും പോട്ടോലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങോട്ട് ജസ്റ്റ് വരുന്നതാണ്. ക്ലോക്ക് നോക്കിയിടി, ക്ലോക്ക് നോക്കി, പഴയ ക്ലോക്ക്, ലൈറ്റ്, മാൻ അൺബിലീവബിളി അമേസിങ് അല്ലേ. എങ്ങനെയുണ്ട് ഒന്നും പറഞ്ഞില്ല. സൂപ്പറാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നല്ല തീറ്റിയാന്ന് കാണൂല്ലേ. ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വളരെ നല്ല, ഇതെങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല. തോന്നുന്ന പോലെ
സൂപ്പറല്ലേ? സൗണ്ട് കേട്ട് വേറെ വിചാരിക്കണം. അത് വിശക്കുമ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും സൂപ്പറല്ലേ, പക്ഷെ കണ്ടിട്ട് ഇറ്റ്സ് ലുക്ക് ഗുഡ് മാൻ. ചിക്കൻ വരാൻ വെയിറ്റ് ചെയ്യാൻ ഞാൻ. അപ്പം എന്നാൽ ശരി, എന്നാൽ ഓക്കെ, ബൈ.